തിരിക്കുക. അതിന് ഫുള്ള് തിരിച്ചോണം, കുറച്ച് തിരിച്ചാൽ മതിയെങ്കിൽ കുറച്ച് തിരിച്ചോണം. ഓടി മാറി കൊടുക്കും. കണ്ട, മുന്നിൽ തിരക്കില്ല. നേരത്തെ ബാങ്കിൽ പറഞ്ഞ അതേ സാധനം. തിരക്കില്ലെങ്കിൽ പുറയിലിരിക്കുന്നത് നമ്മളെ തള്ളാൻ തുടങ്ങും. അതിനാണ് ഹോൺ അടിക്കുന്നത്. നമ്മൾ മാറി മാറി കൊടുത്താൽ ഹോൺ അടിക്കില്ല. ഇടി കിട്ടുന്നുണ്ടാ? ഉണ്ടാ? എന്നാ പോട്ടെ. നോക്ക്, വിടവ് എവിടെയാന്ന് നോക്ക്. അതിനകത്തോട്ട് കയറ്റി വെച്ചു കൊടുക്കും. കണ്ടാ, വിടവില്ലേ? വേഗത കുറച്ചുകൊണ്ടിരിക്കണം. നിർത്താൻ റെഡി ആയിക്കോണം. സഡൻ ബ്രേക്ക് ഇടാതെ കുറച്ചുകൊണ്ടിരിക്കണം. 100 മീറ്റർ മുന്നിൽ എന്തുണ്ടോ അതെല്ലാം സേവ് ചെയ്ത് വെക്കണം. അവിടെ ഇന്ന കാഴ്ചകളുണ്ട്. അപ്പം നമ്മുടെ ബ്രെയിൻ അലർട്ടാ. അവിടെ പ്രതികരിക്കാൻ തയ്യാറായി. ഇത് കണ്ട, ഇവിടെ എന്താണ് കാഴ്ച? അവളുമാര്. അപ്പം അലർട്ടായിട്ട് വേണം അങ്ങോട്ട് കയറി ചെല്ലാൻ. കണ്ട, അവനെ തിരിഞ്ഞു നോക്കണ്ട. അവന് കടന്നു പോകാൻ പറ്റുമെന്ന് തോന്നി വേഗത കുറച്ച് കൊടുത്താൽ മതി. പിള്ളേരെ തട്ടിയിടരുത്, ബംഗാളി പിള്ളേരെ. അവർക്ക് അസോസിയേഷൻ ഉള്ളതാ. പോട്ടെ. നിങ്ങളുണ്ടോ അസോസിയേഷൻ? അങ്ങനെ പറ. വിളിക്ക്, പ്രസിഡന്റിനെ വിളിക്ക്, സംസാരിക്കട്ടെ. എന്താ പറയാനാ? നമ്മുടെ പുതിയ മാനേജർ അപ്പോയിന്റ് ചെയ്ത് ഒന്ന് പറഞ്ഞ് സംസാരിക്കണ്ടേ? ഞാൻ പിള്ളേരെ കണ്ട സേവ് ചെയ്തു. അവന്മാർക്ക് എന്ത് വേണോ അത് ചെയ്യും. ഇനി വിടവ് എവിടെയാണോ അങ്ങോട്ടേക്കോ വണ്ടിയെ പ്ലേസ് ചെയ്യും. കണ്ട, ഇതൊന്നും സ്പീഡും കൊടുത്തോണ്ട് ചെയ്യരുത്. ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചോണ്ട് ഇത് രണ്ടും ചെയ്യരുത്. അതേന്നൊന്ന് കാലെടുത്തോണ്ടേ ചെയ്യാവുള്ളൂ. കാലെടുത്താൽ ആ കാലം അവിടെ വരണം. അതെ, വച്ചോണം. അല്ലാതെ വയ്ക്കാന്ന് പറഞ്ഞോണ്ടിരിക്കരുത്. സമയത്ത് ചവിട്ടാൻ പറ്റില്ല. കിട്ടുന്നുണ്ടാ? ആളുണ്ടോ ഇവിടെ? അത് കേട്ടാ മതി. ഇതുപോലത്തെ വഴിയിൽ ഓടിക്കാൻ മോളെ ഏത് ലൈനിൽ കയറിയാലും കയറി പൊക്കോളും. ഇപ്പൊ ഇത് കണ്ട, ഒരു പ്രതീക്ഷ ഉണ്ടാവണം. ആ കാറ് ചിലപ്പോ വലത്തോട്ട് വരാം. ഓക്കെ, കണ്ട, ഡോറ് തുറന്ന കണ്ട കൃത്യമായിട്ട്. മനസ്സിലുള്ളതുകൊണ്ടല്ലേ അത്ര സ്ഥലമെടുക്കാൻ പറ്റിയത്. മോള് മാത്രമേ നോർമലായിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിനും വട്ടാന്ന് വിചാരിച്ചു. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും. റൈറ്റ് ഇൻഡിക്കേറ്റർ. അപ്പൊ വണ്ടി എവിടെ വരണം? റോഡിന്റെ സെന്ററിൽ. വേഗത കുറയ്ക്കും. റോഡിന്റെ സെന്ററിൽ വരണം. പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്ക്. ഇല്ല, ആദ്യത്തെ ഇടി എവിടെ വരും? വലതുവശത്തുനിന്ന്. അവിടെ വണ്ടി ഉണ്ടോ നോക്കി ചെല്ലും. ബ്രേക്കിൽ കാല് വെച്ചോണ്ട് അവിടെ വണ്ടി ഉണ്ടോ നോക്ക്. ഉണ്ടാ? അപ്പൊ പതിയെ നീങ്ങും. അവിടെ നോക്ക്, വണ്ടി ഉണ്ടോന്ന്. ഇല്ലല്ലോ. ഇനി ഫ്രണ്ട് നോക്ക്. ഇതേ എങ്ങോട്ടാ പോകണ്ട? അങ്ങോട്ടേക്ക്. ഈ സാധനം മോളെ വട്ടം കറക്കരുത്. ഇവിടെ നോക്കി ചരിച്ച് കൊണ്ടുപോകാം. പൊന്നെ, വലത്തോട്ട് നോക്കാതെ പൊന്നെ. ഇവിടെ നോക്ക് മോളെ, ഇവിടെ നോക്ക് പൊന്നെ. അന്നല്ലേ നോക്ക തിരിക്കേണ്ട അളവ്. കണ്ട, ഇനി തിരിക്കണ. നേരെ ആക്കി എടുക്ക്. കിട്ടിയാ? എന്നിട്ടും വലത്തോട്ടല്ലേ എൻ്റെ കുഞ്ഞ് നോക്കാൻ പോയത്. അതുകൊണ്ട് അതിങ്ങനെ വട്ടം കറങ്ങുന്നത് കണ്ട. പമ്പരം പോലെ ആയത് കണ്ട വണ്ടി. പോട്ടെ. നാട്ടുകാരെ ഇപ്പൊ നോക്കുന്നത്. നിങ്ങൾ ആക്സിഡന്റ് കൊടുത്താലേ നീങ്ങുള്ളൂ. അങ്ങനെ അവിടെ നോക്കിക്കൊണ്ടാ. മോൾ അവിടെ നോക്കിക്കൊണ്ടിരുന്നു വലത്തോട്ട് തിരിഞ്ഞപ്പം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വലത്തുനിന്ന് വണ്ടി ഉണ്ടോ നോക്കുക. ഇല്ല എന്ന് കണ്ടാൽ മുൻവശം നോക്കിയാണ് തിരിക്കേണ്ടത്. പോട്ടെ. നമ്മളിപ്പോ പമ്പരം പോലെ കറങ്ങാ റോഡിനടുത്ത് കിടന്ന് ചുമ്മാ ഇട്ട് തിരിക്കാതെ. പോട്ടെ. ഓടിച്ചിങ്ങനെ വരുമ്പോ പിന്നെ ഒരു പേടി. എവിടെയാണോ വിടവ് അതിനകത്ത് നമ്മൾ ലൈവ് ആയിരിക്കണം. അല്ലാതെ സ്റ്റക്കാവരുത്. കൈ താഴെ വരാതെ നോക്ക് സ്റ്റിയറിംഗിൽ. അങ്ങനെ ഈ വിരലകത്ത് ഇൻസെർട്ട് ചെയ്യരുത്. പുറത്ത് അങ്ങനെ വെച്ചോണം. അങ്ങനെ തിരിച്ചല്ല, നേരെ വയ്ക്കും. അങ്ങനെ ഈ വിരലൊരെണ്ണം മാത്രം ഇങ്ങനെ ബലം കൊടുക്കാതെ. ഇവിടെ നോക്കിയാണ് വണ്ടിയെ കൊണ്ടുപോകേണ്ടത് കേട്ടാ. ഈ ഒരു ഏരിയ കറക്റ്റാണോ? ഈ ഏരിയ എങ്ങോട്ടാ പോണേ? ഇങ്ങോട്ടൊന്ന് ബെൻഡ് ആവണം. അത് തന്നെ. കണ്ടാ? എന്നിട്ട് നിവർന്നോണം. ഒരിക്കലും സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. ഈ വണ്ടി ആറാ സെലക്ഷന്? പിന്നെ ലെഫ്റ്റ് പിടിച്ചോണ്ടിരിക്കും വണ്ടിയെ. അങ്ങനെ ലെഫ്റ്റ് പിടിച്ചോണ്ടിരിക്കണ്ട. അതുകൊണ്ട് ഇടയ്ക്ക് ആള് വരുന്നത്. ലെഫ്റ്റ് കൊണ്ടുവന്നുകൊണ്ടിരുന്ന ആള് വരത്തില്ല. കണ്ടാ? വരത്തില്ല. അവൻ അത്രേ കയറത്തുള്ളൂ. പോട്ടെ. വീണ്ടും ലെഫ്റ്റ് പിടിച്ചോണ്ടിരിക്കുക. അല്ലെ ഇതിനിടയിൽ കൂടെ പോകാൻ നോക്കും അവൻ. കണ്ടാ? ലെഫ്റ്റ് തിരിയുമ്പോഴെല്ലാം ലെഫ്റ്റ് സൈഡ് ചേർത്ത് കറക്റ്റ് ചെയ്ത് പോയിക്കോണം. മുന്നോട്ടുള്ള കാഴ്ചയ്ക്ക് അനുസരിച്ച് ലെഫ്റ്റ് പിടിച്ചോണം വണ്ടിയെ. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടാ. അറിയാവോ? പതുക്കെ റോഡിലേക്ക് പിടിച്ചോണ്ടിരിക്കും വണ്ടിയെ. റോഡിലേക്ക് കയറ്റി വെച്ചുകൊണ്ടിരിക്കും. കണ്ടാ? മോൾ അങ്ങനെ നിവർന്ന് നിൽക്കുന്ന അനുസരിച്ച് അവർ ഒഴിഞ്ഞു മാറി തരും.
കേട്ടാ. ആ പോട്ടെ. ഞാൻ ആരോടായി പറയുന്നത്? ഇത് മരവിച്ചിരിക്കുക, ഇതിനെ കട്ട് ഓഫ് ഇറങ്ങിപ്പോയ കിളി തിരിച്ചു വന്നിട്ടില്ല. ഈ കൂട്ടി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക, വരണമല്ലോ തിരിച്ച്. വണ്ടി അടച്ചിട്ട് ഞാൻ അതിനാ ഗ്ലാസ് കയറ്റിയത്, കാരണം പുറത്ത് പോകരുത്. ഇവിടെ വന്ന് കേട്ടാ, ഇവിടെ വന്ന് കേട്ടാ, കിളി ഇവിടം വരെ വന്ന് കേട്ടോ. ആ അപ്പൊ കേറും ചിലപ്പോ തിരിച്ച്. പതുക്കെ പോയിട്ട് ഇറക്കം വന്ന് കണ്ടില്ലേ. അപ്പൊ വെറുതെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ബ്രേക്കിൽ, അത്രേ ഉള്ളൂ. നിൽക്കാനല്ല, വണ്ടി നിർത്തരുത്, ഒന്ന് സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നാ മതി. കിട്ടിയാ? ആ പോട്ടെ. ആ ഫ്രണ്ടിൽ തടസ്സം വരുമ്പോ ഒന്നും ബ്രേക്ക് ചെയ്യലും, അവൻ ചിലപ്പോ സഡൻ ബ്രേക്ക് ഇടാം. ആ കിട്ടിയാ? ആ പോട്ടെ. എവിടെ സ്ഥലം കിട്ടുമെന്ന് നോക്കി വെച്ചോണം അവന്മാര് കിടക്കുമ്പോ തന്നെ, അല്ലാതെ ബ്ലാങ്ക് ആയിട്ട് അവിടെ ചെന്ന് കയറരുത്. ആ പെട്ടിയോട്ടോ പോണ വഴിക്ക് ഫ്രണ്ട് നോക്കി തിരിഞ്ഞു പോകാം. സർക്കസാ ഇപ്പൊ ഒന്ന് കാണിച്ചത്. ഇപ്പൊ 2 സ്റ്റെപ്പ് ഇട്ടല്ല, അത് ഏത് പടത്തില്? ഹിന്ദി പാട്ടാണോ മാഡം? മലയാളത്തിലല്ല ആ ഡാൻസ്, അത് ഞാൻ കണ്ടു. ഹിന്ദി എന്തോ ആണ്, ഹിന്ദിയോ കന്നഡയോ ആണ്. നമ്മൾ അത്തരം വട്ട വിട്ട് കറക്കാതെ അങ്ങനെ ബെൻഡ് കൊടുത്തോണ്ടിരുന്ന വണ്ടി ഓടി ഓടി മാറും. ഇപ്പൊ നോക്കിയ സ്ഥലം ഉണ്ടാ, സ്പീഡ് കുറയ്ക്കും കണ്ടാ. അപ്പൊ അവർ ഒഴിഞ്ഞു മാറിയത് കണ്ടാ. ഇനി നമ്മുടെ ട്രാക്കായി. ഇനി ആർക്ക് വേണ്ടി മാറരുത്, ഇങ്ങനെ തന്നെ വേഗതയും വേണ്ട. ആ ചേട്ടനുണ്ട് അവിടെ, സ്പീഡ് കുറച്ചു. മോളെ ഒഴിഞ്ഞു മാറാതെ പൊന്നെ. നമ്മളല്ലേ ഇപ്പൊ പുറത്തു പോയത്, മോൾ അതിനകത്ത് നിന്നിരുന്നെങ്കിൽ അയാൾ സ്ലോ ചെയ്ത് തന്നേനെ. കണ്ടാ, നമുക്ക് ഈ ട്രാക്ക് പിടിക്കാമായിരുന്നു. ആ പോട്ടെ. ഓക്കെ അല്ലേ? കൈ താഴെ പോകുമ്പോ കൈ മേലെ കയറ്റിക്കോണം പതിയെ. കണ്ടാ? ഓക്കെ. ആ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഒതുക്കി നിർത്തിക്ക വണ്ടി. ബ്രേക്ക് ചെയ്ത് ആ പാട്ടൊക്കെ ഇട്ടൊന്നും തട്ടാതെ സൈഡ് ഒതുക്കി നിർത്ത്. മാക്സിമം ഒതുക്കി നിർത്ത്. ബ്രേക്ക് ചെയ്ത് വാ. അവിടെ നിൽക്കട്ടെ. ഓക്കെ ന്യൂട്രലാക്കിക്ക് ഇട്ട്. പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ ഒന്ന് സൈഡാക്കി ഇടണം. മോളെ നീങ്ങല്ല ആദ്യം മുന്നോട്ട് എടുക്കണ്ട, എനിക്ക് പുറകോട്ട് എടുത്ത് ഇവിടെ തന്നെ ഒന്ന് സൈഡ് ഒതുക്കി ഇട്ട് തന്നാൽ മതി വണ്ടി. അപ്പൊ തിരിച്ച് ഇനി എന്ത് ചെയ്യണം? ആ പതുക്കെ നീങ്ങുന്നു, ചെറിയൊരു സപ്പോർട്ടേ കൊടുക്കാവുള്ളൂ. ആ മതി. ബ്രേക്ക്. വണ്ടി ആ സ്ഥലത്തേക്ക് ചരിഞ്ഞ അവിടെ കാഴ്ച ഉണ്ടാ? ഇനി ഇല്ലല്ലോ. അതിനർത്ഥം എന്തുവാ? വണ്ടി പ്രോപ്പറായിട്ട് ആ എഡ്ജിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ചരിഞ്ഞ്. ഓക്കെ, ഇതിങ്ങനെ നിൽക്കുക. ഇനി എന്തോ ചെയ്യണം? വണ്ടിയെ തിരിച്ചിട്ടല്ലേ മോൾ അങ്ങോട്ട് ആക്കിയത്. മുന്നോട്ട് എടുക്കണ്ട, ഇനി വീല് നേരെയാക്കി. ഇങ്ങനെ നേരെയായി. ഇവിടെ നോക്ക്. ഇനി പുറകോട്ട് പോയാൽ വണ്ടി ആ പുല്ലിനകത്തോട്ടാ പോകാൻ പോണേ. അതായത് നേരെ കിടന്ന വണ്ടിയെ, ഇതാണ് പുല്ലെന്ന് വിചാരിച്ചോ, ഇങ്ങനെ കിടന്ന വണ്ടിയെ നമ്മൾ തിരിച്ചിങ്ങനെ ആക്കി. ഇനി പുറകോട്ട് ഓടുമ്പോൾ ഈ പുല്ലിലേക്കാ പോകാൻ പോണ വണ്ടി. അപ്പൊ എന്ത് ചെയ്യണം? പുറകോട്ട് പോകും തോറും പുല്ല് ഒന്ന് മാറ്റി കൊടുക്കണം. റിവേഴ്സ് തന്നെ. പുറകോട്ട് ചെല്ലുമ്പോൾ ആ പുല്ലിലേക്കാ കയറാൻ പോണേ. കണ്ടാ? നിർത്ത്. അപ്പൊ എങ്ങോട്ട് മാറ്റണം? ആ ഇച്ചിരി മതി. എന്നിട്ട് പതുക്കെ നീങ്ങും. മാറുന്നുണ്ടോ നോക്ക്. മാറുന്നുണ്ടെ തിരിക്കരുത്. മാറുന്നുണ്ടെ പിന്നെ തിരിക്കണ്ട. പതുക്കെ വാ. ഓടി മാറിക്കോളും. ദേ നോക്കൂ, കയ്യൊന്നനങ്ങട്ടെ. മാറിയാ? ഇനി നിർത്ത്. ഒന്നുകൂടെ കേട്ടോ. ഇനി വണ്ടിക്കും ആ പുല്ലിനും ഇടയ്ക്കൊരു വിടവ് നേരെ കാണാൻ പറ്റും കാഴ്ച. അപ്പം വണ്ടി നേരെയായി നടത്തും. ഒന്നുകൂടെ പുറകോട്ട് പോവാ പതിയെ. ഇപ്പൊ പകുതിയെ കാണാം. ഒളിച്ചിട്ടൂടെ വരുമ്പോൾ നല്ല പോലെ ഒരു വിഷ്വൽ കിട്ടും. ഒന്നുകൂടെ പോവാ. പതിയെ നീങ്ങട്ടെ. ബ്രേക്ക് വന്നാ? അതോ ഇനിയും കാണാനുണ്ടാ? ചെറുതായിട്ടേ ഉള്ളു കാഴ്ച. ഇച്ചിരൂടെ ബാക്കോട്ട് പോവാ. ഇങ്ങനെ തന്നെ വന്നാ? നല്ല കാഴ്ച കിട്ടിയാ? ഫുള്ള് ബാക്കിലേക്ക് കിട്ടിയാ? ഇല്ല മോളെ, ഇച്ചിരൂടെ വരണം. ആ വാ. എന്നിട്ട് ആന്ന് പറഞ്ഞതാ. വാ. നീങ്ങട്ടെ. വന്നാ? ബ്രേക്ക് അപ്പൊ ബ്രേക്ക് കണ്ട? ഫുള്ള് കാഴ്ച വന്നാ? അതിന് വേണ്ട മോളെ. അതിനർത്ഥം വണ്ടി ഈ സൈഡില് നേരെ ഇപ്പായി. നോക്ക്. കണ്ട?
പോയിട്ട് വരാന്നാ പറഞ്ഞത്. ഞാൻ ഒതുക്കാം. അപ്പൊ റിവേഴ്സ് എന്നിട്ട് എന്ത് ചെയ്യണം? ആ എവിടെ നോക്കണം? അവിടെ. ആ നോക്ക്. ഓടി പോകരുത്, പയ്യെ പയ്യെ പോകും. വണ്ടി എപ്പ അങ്ങോട്ടേക്കാവുന്നോ അപ്പൊ നിർത്തണം. ആയാ 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 ബ്രേക്ക്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇങ്ങോട്ട്. നേരെ ആക്കി വെക്കണം വീല്. ഒരു റൗണ്ട് കൂടെ. ഇപ്പൊ വീല് നേരെയായി. ഇനി ഓടുമ്പോ ദേ ആ കാട്ടിലേക്കായിരിക്കും വണ്ടി പോകാൻ പോണേ. അപ്പൊ നീങ്ങും തോറും എന്ത് ചെയ്യണം? കാട്ടിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കണം അതിനെങ്ങോട്ട് തിരിക്കണം മോളെ? അല്ല, ഇങ്ങോട്ട് ആ ഇച്ചിരി തിരിക്കപ്പം ഇച്ചിരി തിരിക്കല്ലേ മോളെ നിർത്തട ബ്രേക്ക് ചവിട്ടറ ബ്രേക്ക്. അങ്ങനെ ഓടല്ലേ മക്കളെ, പയ്യെ പയ്യെ വിട്ടു. റിവേഴ്സിൽ ഫ്രണ്ടോട്ട് ഓടുന്ന പോലെ ഓടാൻ പറ്റില്ല, ഓക്കെ. അനങ്ങാനേ പറ്റുള്ളൂ. നോക്കിക്ക, കാട്ടിലോട്ടല്ലേ വണ്ടി. ഇനിയും തിരിക്കും. പതുക്കെ ഒന്ന് അനങ്ങ്. മാറുന്നുണ്ടാ? നിർത്ത്. മാറുന്നുണ്ടോ അതോ കാട്ടിലേക്കാണ്? മാറുന്നുണ്ട്. പതുക്കെ മാറുന്നുള്ള. അത്ര ഓടിപ്പോകാനുള്ള സ്ഥലം ഉണ്ടാ? നിർത്ത്. ഇല്ല, കുറച്ച് ഇനി പോയാൽ എന്ത് പറ്റും? കാട്ടിൽ കയറും വണ്ടി. അപ്പൊ കൂടുതൽ തിരിക്കും. ആ ഇനി പതുക്കെ നീങ്ങും. അപ്പൊ എളുപ്പം മാറും അവിടുന്ന്. പുറകിൽ സ്ഥലം ഉണ്ടെങ്കിൽ പതുക്കെ തിരിക്കണം. ഇവിടെ നോക്കി, ഇനി പുറകിലേക്ക് ഫുൾ ഒരു കാഴ്ച കിട്ടും. പതുക്കെ മോളെ, പയ്യെ വാ മോളെ, പയ്യെ വാ. കാഴ്ച കിട്ടുന്നുണ്ടാ? ആയാ? അതോ ഇനി ഇച്ചിരൂടെ വരണോ? ഇച്ചിരൂടെ വാ. വന്നാ? ഇച്ചിരൂടെ. അപ്പൊ ഇച്ചിരൂടെ വാ. പറക്കരുത്. വണ്ടി ഒരു കുഴിക്കകത്ത് കിടക്കുക. പതിയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങാവുള്ളൂ, ഒരുപാട് നീങ്ങരുത്. കുഴിന്ന് കേറി വരാന്ന് പറയുന്നതേ ഉള്ളൂ. കേറി വരുന്ന മനസ്സുകൊണ്ടായിരിക്കണം അത്. ആ വന്നാ ബ്രേക്ക്. ഇപ്പൊ വണ്ടി നേരെയായ? ഇതാണോ നേരെ? അല്ല, ഇച്ചിരൂടെ. പതിയെ ഇച്ചിരി മുന്നോട്ട്, പയ്യെ ഇച്ചിരി വിട്ടോട്. ബ്രേക്ക്. ആ, മതി. ആയാ? അതോ ഇച്ചിരൂടെ വരണം? ഇത് ഒരുപാടാ. ഇച്ചിരൂടെ മുന്നോട്ട് വിട്ടോട്. ബ്രേക്ക്. കണ്ടാ? ഇപ്പോഴല്ലേ നേരെയായ? ഇനി എന്തോ ചെയ്യണം? ഇനി എന്താ ചെയ്യണം? ഇനി വീൽ എങ്ങോട്ടായിരിക്കുന്നത്? വീല് നേരെയാ. ആ നേരെയാക്ക്. 1 2. ഇപ്പൊ ടയർ നേരെയാ. ഇനി നേരെയാണെന്ന് കൺഫേം ചെയ്യാൻ ഒന്ന് നീങ്ങി നോക്കിക്ക്. ഒളിഞ്ഞൊന്നും നോക്കണ്ട, ഒന്ന് നീങ്ങി നോക്കിയാ മതി. നേരെയാണോന്ന് അറിയാൻ പറ്റും. അതെ. ഒന്ന് നീങ്ങ്. ആന്ന്. എവിടെ നീങ്ങുന്നു? എവിടെ നീങ്ങും? ബ്രേക്ക്. വണ്ടി ഒന്ന് ബ്രേക്ക് വിട്ടു കൊടുത്താൽ ഒന്ന് നീങ്ങും വണ്ടി മുന്നോട്ട്. വണ്ടിനെ ചലിപ്പിച്ചു കൊടുക്കാൻ. നേരെയല്ലേ? അതാണ് അങ്ങനെ അറിയുന്നത്. ഇനി ന്യൂട്രലാക്ക്. മനസ്സിലായ? അത് അടിച്ചു വിട്ടാണ്. മനസ്സിലായി. പുറകിലേക്ക് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുള്ളൂ. ആ, അതെ. പൊന്നെ മോളെ, എന്റെ പൊന്നെ, ബ്രേക്ക് ഔട്ട് മക്കളെ. ഇനി ന്യൂട്രലാക്കും മോളെ. ഗിയർ മാറിയിട്ടില്ല, കണ്ട? ഇനി ഗിയർ ഇട്. ഏത് ഗിയർ? ഡ്രൈവല്ലേ? ആ ഇത്. ഇനി ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും. ഇനി നോക്കിക്കേ, റോഡിന്റെ സൈഡിൽ കിടക്കുക വണ്ടി. റോഡ് അവിടെയാണ്. ഓടി തിരിയണം അതോ തിരിഞ്ഞിട്ട് ഓടണം? ആ തിരിക്കാദ്യം. എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സമാധാനമായിട്ട് ഞാൻ പറഞ്ഞേക്കണം. മോളെ നീങ്ങരുത്. കുഞ്ഞിപ്പോളെ കണ്ണ് അങ്ങോട്ട് ഇട്ടോണ്ടിരിക്കുക. അവിടെ അല്ല, ഇവിടെ ഈ സാധനം കണ്ട കറങ്ങി അങ്ങോട്ട് വന്നു തുടങ്ങുന്ന അനുസരിച്ച് സ്റ്റിയറിംഗ് നേരെയാക്കണം. പുറകിൽ ആദ്യം വണ്ടി ഉണ്ടോ നോക്ക്. അപ്പൊ നീങ്ങ്. പതിയെ നീങ്ങാവുള്ളേ. കാരണം നമ്മൾ പുറത്ത് കിടക്കുക, റോഡിലേക്ക് കയറി ചെല്ലാൻ പോണതാ നമ്മള്. ആ എന്നിട്ട് എന്ത് ചെയ്യണം? നിവർത്തി എടുക്കണം. ചുമ്മാ ഇട്ട് കറക്കുകയും ചെയ്യരുത്. ആ സാധനത്തിനെ കറക്കി കൊണ്ടുപോവാ. പയ്യെ പോട്ടെ. വീണ്ടും വണ്ടി ഉണ്ടോ നോക്കണം മോളെ. വെറുതെ നീങ്ങരുത്. നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ആ നേരെയാക്ക്. പിന്നെയും കണ്ട ഇതിന്റെ കിളി പോണ കണ്ട? മോള് പറക്കാൻ നോക്കി. മോളെ പൊന്ന് പറക്കാൻ നോക്കിട്ടല്ലേ പൊന്നെ. മോളെന്തിനാ അവിടെ പറന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവര്, നമ്മളെ തിരിഞ്ഞിരിക്കുന്ന വണ്ടിയും കൊണ്ട് വന്നവര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പറ? നിന്നേ നിവർത്താവുള്ളൂ വണ്ടിയെ. പോട്ടെ. അപ്പൊ അധികം റോഡിലാക്കി കൊണ്ടുപോകും. ഫ്രണ്ട് നോക്കി കൊണ്ടുപോകും. അല്ലാതെ നേരെ മുന്നിലേക്ക് ഇവിടെ മറവാന്ന് വിചാരിച്ചേക്ക്. ഇവിടെ നോക്കരുത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വിഷ്വൽ എടുത്താണ് കാറിനെ ഓടിച്ചോണ്ട് പോകേണ്ടത്. പോട്ടെ. മറ്റേ കൈയും താഴോട്ടിറക്കി. രണ്ടാമത്തെ കൈയും താഴെ ഇറക്കി വെക്കും. അങ്ങനെ ഈ ലെവലിലായിരിക്കണം രണ്ട് കൈയും നിൽക്കണ്ട. കണ്ട? ലോറിക്കിട്ട് നോക്കരുത്. പേടി തോന്നുകയാണെങ്കിൽ വേഗത കുറയ്ക്കും. വേഗത കുറച്ച കൊഴിഞ്ഞു മാറരുത്. കണ്ട? വേഗത കുറച്ചാൽ തന്നെ അവനറിയാം ഇവര് ആ ബ്രേക്കേ വരണം എന്നിട്ട്. അല്ലാതെ വെറുതെ വണ്ടി കുറയത്തില്ല. റോഡിൽ ഇറക്കുവാണെങ്കിൽ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താലും വണ്ടി സ്പീഡിൽ പോകും.
അത് ആരോടാ ഇത്? നമ്മളാ ലുലുന്ന് ഇറങ്ങിയപ്പോ ചേച്ചി പറഞ്ഞ ഓർമ്മയുണ്ടോ? വണ്ടി ഞാൻ കാല് കൊടുക്കുന്നില്ല, ഭയങ്കര സ്പീഡാ. ആ ആരോടാ നീ പറയുന്നത്? എന്നോട് ആ, ഉവ്വ. എന്റെ കുഞ്ഞ് പകുതിയേ ഉള്ളു, പകുതി ഇല്ല ഇവിടെ, പകുതി മേക്കപ്പ് ചെയ്യുന്ന തലത്തിരിക്കുക. ഓ ഷീപ്പ അത് എന്ത് ചെയ്ത് കാണുമാവോ? നാളത്തെ വർക്കിന് ആ കുടുംബക്കാരെന്ത് പറയുമെന്തോ. ബുധനാഴ്ച ആ കണ്ട കണ്ട, അതാണ് എന്റെ കുഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഈ വശം മാത്രമേ നോക്കാവുള്ളൂ, മറുവശത്തെ പറ്റി ചിന്തിക്കരുത്. ഇവിടെ അടുപ്പിച്ച് വണ്ടിയെ കൊണ്ടുവന്ന് ആരും ഇടയിൽ കൂടെ വരത്തില്ല. ഇപ്പോഴും നോക്കും മോളെ, നമ്മൾ നടുക്കൂടെ അല്ലേ മോളെ ഓടുന്നത്. മോളല്ലേ അത് കറക്റ്റ് ചെയ്യണ്ടത്. മോളിങ്ങനെ സർക്കാർ പഴയ നസീർ ഓടിക്കുന്ന പോലെ ഇട്ട് അതേ പിടിച്ച് ഇളക്കാവേ. അത് ഈ വളവ് വരുമ്പോ എനിക്കൊരു പേടിയാ. എന്തിനാന്നേ അങ്ങനെ പേടിക്കുന്നത്? കാലിലാക്കുന്നേ, ബ്രേക്കിലാക്കുന്നേ വണ്ടിയെ. വളവ് വരുമ്പോ പേടിയാണെങ്കിൽ ബ്രേക്കിലാക്കിക്കൊണ്ടിരിക്കും. ബ്രേക്കിലാ പോകുന്ന വണ്ടി. അതെ, ഇറക്കമായോ? ആ അതെ, പോട്ടെ. വളവ് വരുമ്പോ പേടിയാണെങ്കിൽ ബ്രേക്ക് പതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരിക്കണം. ഓടി തിരിയാൻ നോക്കുമ്പോഴല്ലേ പേടി വന്നത്. ബ്രേക്കിയെ കാലം കൊണ്ടുപോവാ, എന്നിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കി വേഗത കുറച്ച് തിരിഞ്ഞു പോവാം. ഈ സൈഡ് നോക്കി തിരിഞ്ഞു പോവാം. ഈ സൈഡ് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ അടുപ്പിച്ച് കൊണ്ടുപോവാം. കിട്ടിയാ? നേരെ ആക്കി എടുക്കുക. കണ്ടാ? ആ, ഇത്തിരി കൂടെ വേഗത കുറച്ചിരുന്നെങ്കിലാ. ബ്രേക്കിലായിരുന്നു. അല്ല മോളെ, ഇച്ചിരി കൂടെ കുറച്ചിരുന്നെങ്കിലാ കംഫർട്ടായിട്ട്. ചേച്ചി കുറച്ചും കൂടെ കൺട്രോൾ കിട്ടിയേനെ വണ്ടിനെ കൊണ്ടുപോയി. ഇവിടെ മാത്രം നോക്ക്, വേഗത കുറയ്ക്കും മോളെ. ഇവിടെ നോക്ക് പൊന്നെ, എന്നിട്ട് ഇവിടെ നോക്കി തട്ടാതെ തിരിഞ്ഞാൽ മതി. ഇവിടെ തട്ടില്ലെന്ന് തോന്നിയാ പിന്നെ തിരിക്കരുത്. കണ്ടാ? അപ്പൊ നമ്മുടെ സൈഡില്ല നമ്മുടെ വണ്ടി, ആരും വന്ന് ഇരിക്കില്ല നമ്മളെ. പോട്ടെ, സൈഡിലാണോ? അല്ലെങ്കിൽ വീണ്ടും കൊണ്ടുപോവാ സൈഡിലേക്ക്. ആ പോട്ടെ, സൈഡിലാണോ? സൈഡിലാവുന്ന വരെ ക്ഷമ കാണിക്കും. മസിൽ പിടിച്ചിരിക്കുക. ഇതിന് ജിമ്മി വിട്ടവർക്ക് വേണം ആദ്യം ഇടി കൊടുക്കാനായിട്ട്. ഈ ജിമ്മി പോയതാ ഷോൾഡർ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ആ ചുമ്മാതല്ല ഇത്ര ബലം. അതെ, ജിമ്മിൽ പോകുമ്പോ ഞാൻ 51 കിലോ ഉള്ളു, 54 ആ കൊള്ളാം. മസില് കൂടും. പതിയെ ബ്രേക്കിൽ പോവാ. മസിലേ എന്നിട്ട് നോക്കി തിരിച്ച മക്കളെ പൊന്നെ, അവിടെ അല്ല ഇവിടെ. നോക്കി അതുപോലെ നേരെയാക്കി പോവാ. മസില് കൂടിയതാണെന്നാ. ആ പോട്ടെ, 2 കിലോ മസിൽ വന്നപ്പോ 3 കിലോ മസിൽ വെച്ച്. പോട്ടെ. അത് 51 ഉള്ളായിരുന്നു. അത് ഏത് ജിമ്മാന്ന് പറയാം? എന്നെ ഇച്ചിരി വെയിറ്റ് കൂട്ടാൻ. എനിക്ക് വെയിറ്റ് കുറയ്ക്കരുന്ന കൂട്ടരുതെന്ന്. എനിക്ക് ഇച്ചിരി വെയിറ്റ് കൂട്ടാൻ, അതൊന്നും പറയാം. വെയിറ്റ് കുറയ്ക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞേ. അതിനവര് എനിക്ക് വെയിറ്റ് കൂട്ടി തന്ന. എന്നെ ഒന്നുകൊണ്ട് കാണിച്ചാൽ എനിക്ക് അതിന് കാർഡിയക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യിക്കത്തില്ല. കാർഡിയോ മാത്രമേ ഉള്ളൂ. വേഗത വേണ്ട. എനിക്ക് കാല് ബ്രേക്ക് പൊന്നെ ചക്കര കഥ പിന്നെ പറയാൻ പൊന്നെ. തിരികെ പൊന്നെ, എനിക്ക് പൊന്നെ വിശ്വാസം ഇല്ല മോളെ. ഇനി പോട്ടെ, കാരണം മോള് കഥ പറയുമ്പോ കഥയിലായി പോകും. എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആ ഞാൻ നോക്കണ്ടേ? ആ സ്റ്റിയറിംഗിൽ പിടുത്തം ഒന്ന് കുറച്ചേക്ക്, എന്നുവെച്ചാൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചായിരിക്കുന്നത്. എന്ത് പറഞ്ഞാലും ഉത്തരം എന്റെ കയ്യിലുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഈ റോഡ് മുഴുവൻ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഒരു ദിവസം, ഒരു മേഡമായിട്ട് വന്നു. ഞാനൊരു ദിവസം ബ്ലോക്ക് ആക്കി വെച്ച്. പിന്നെ ആ ദേശാഭിമാനി റോഡൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ആക്കിയതാ, ലുലു വരെ. അന്ന് ഇടിച്ച് ഒരു കുറവില്ലായിരുന്നു. മുതുകത്ത് ഇപ്പോഴും ഉണ്ടാ പാട്. അന്ന് നാട്ടുകാരിടിച്ചത്. പിന്നെ റോഡ് ബ്ലോക്ക് ആക്കിയ പിന്നെ നാട്ടുകാർക്ക് വഴി തടസ്സം ഉണ്ടാക്കൂല്ലേ? അപ്പുറത്തോട്ട് എത്തി നോക്കിയാൽ ഞാൻ ഇടിക്കും. ഫ്രണ്ട് നോക്കിയിട്ട് പതുക്കെ, അവിടെ എന്തെങ്കിലും തട്ടാനുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കണം. ഒഴിഞ്ഞു മാറ്. ആ അങ്ങനെ സ്പീഡ് കൊടുക്കരുത്. അപ്പം കേട്ടാ? കേൾക്കുന്നുണ്ടാ? എന്നാ പോട്ടെ. ലെഫ്റ്റ് ആണ് നമുക്ക് പോകേണ്ടത്. കേട്ടാ? ഇൻഡിക്കേറ്റഡ്. ബ്രേക്കിൽ പോകാം. എന്നിട്ട് പതുക്കെ ലെഫ്റ്റ് അടുപ്പിച്ച് കൊണ്ടുപോകാം. ലെഫ്റ്റ് അടുപ്പിച്ചില്ലെങ്കിൽ അങ്ങനെ വട്ടം കറക്കി തീർക്കണ്ട. ഇനി മുന്നോട്ട് പോകുമ്പോഴേ അറിയാവുള്ളൂ. പറക്കരുത്. പതുക്കെ നീങ്ങി ചെല്ലുമ്പോൾ അറിയാം തിരിച്ചത് കൂടുതലാണോ കുറവാണോ. കൂടുതലാണെങ്കിൽ കുറച്ചായിട്ട് നേരെ ആക്കിക്കൊണ്ടിരുന്നോണം. അത് തന്നെ മോള് കുറേ നാളെ എല്ലാ ജംഗ്ഷനും ഇങ്ങനെ തിരിഞ്ഞു പോകാവുള്ളൂ, അല്ലാതെ ഓടരുത് വണ്ടിയും കൊണ്ട്. എവിടെ? ആ യെസ് ഇവിടെ തന്നെ നോക്ക്. എന്നിട്ട് മോളെ ഇവിടെ നോക്കി തിരിക്കും. പൊന്നെ താമസിച്ചു പോയി. ആ അങ്ങനെ കണ്ടാ? മോളെ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് ഒളിഞ്ഞു നോക്കാൻ പോയില്ലേ? മോള് വലത്തോട്ട് തിരിക്കുമ്പോൾ മോള് വലത്തോട്ടാണ് നോക്കുന്നത്. അങ്ങനെ അല്ല നോക്കണ്ടേ. വലത് തിരിഞ്ഞാലും ഇടത് തിരിഞ്ഞാലും റോഡിന്റെ ഇടതുവശം നോക്കിയാ തിരിക്കേണ്ടത്. ഞാൻ എപ്പോഴും ഇവിടെയാണ് ആണെന്ന്. അതല്ല ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഞാൻ അത് മാത്രമേ മോളോട് വണ്ടിയുടെ അവിടെ പറയുന്നു. നോക്കുന്നില്ലേ? പിന്നെ അത് മാത്രം എൻ്റെ മോളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, മോൾ അങ്ങോട്ട് നോക്കല്ലേ നോക്കല്ലേ എന്ന്. ആ കാറ് പോണ വഴിക്കാണ് നമുക്ക് പോകണ്ട കേട്ടാ. ആ കാറ് പോകുന്ന ലെഫ്റ്റ്. പിന്നല്ലേ അങ്ങോട്ട് പോട്ടെ. ലെഫ്റ്റ് തിരിക്കുമ്പോൾ എനിക്ക് സംശയമില്ല, കാരണം മോള് ലെഫ്റ്റേ നോക്കുള്ളൂ. കണ്ടാ അവിടെ ഞാൻ പറയുന്നില്ലല്ലോ, ഒരക്ഷരം ഉണ്ടായിരുന്ന കണ്ടാ. റൈറ്റ് തിരിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞ് വലത്തോട്ട് നോക്കിയിട്ട് ഒരു ഒറ്റ കറക. പോട്ടെ, സൈക്കിൾ തന്നെ കടന്നു വയ്ക്കണം നമുക്ക്. സൈക്കിളല്ലേ നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറിയതാ പുള്ളി. എടപ്പള്ളി വെച്ച് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയ ആളാ, ഇവിടെ വെച്ചാ കിട്ടിയത്. ആ നടന്നല്ല ചവിട്ടി വന്നു. അപ്പൊ അയാളുടെ സ്പീഡ് നല്ല ചോദിക്കുക, മോടെ സ്പീഡ് നല്ല ചോദിക്കുക. അപ്പൊ ഇപ്പൊ 60 ഇവിടെ നോക്കും. വേഗത കുറച്ച് കയറി പോവാം, അല്ല വളവിലേക്ക് ഓടിക്കേറി ചെല്ലാതെ. റൈറ്റ് തിരിക്കുമ്പം ഞാൻ വീഴുന്നേ. ആ ചേട്ടൻ പേടിച്ചു പോയി, പ്രായമുള്ളൊരു ചേട്ടനായിരുന്നു പുള്ളി. നമുക്ക് നാട്ടുകാർ ഇടിക്കുമ്പോ ഞാൻ ഇറങ്ങി ഓടും. ഞാൻ കതിര് പോലെ ഇരിക്കുന്നത്, ഞാൻ ഓടുന്ന ഓട്ടം കൊണ്ടല്ല. ഞാൻ പണ്ട് ആലപ്പുഴ ചെല്ലും. ഞാൻ ഫ്ലാറ്റിൽ നിന്ന് വണ്ടി എടുത്ത് ഞാൻ പോവും. വന്നേക്കണം അങ്ങോട്ട്. എനിക്ക് വഴി അറിയാം. ഫോൺ വിളിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഫ്ലാറ്റിൽ എത്തിയിരിക്കും. മോളെ അപ്പുറത്ത് നോക്കരുത്, ഇവിടെ നോക്കി തിരിക്കും. റൈറ്റ് തിരിക്കുമ്പോൾ മാത്രം ഞാൻ ഇടപെടേണ്ടി വരുന്നത്. റോഡിന്റെ കണ്ടീഷൻ കണ്ട, വളവാന്ന് തോന്നുമ്പോൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് നോക്കി തിരിഞ്ഞു പോകാം. കടയ്ക്കകത്ത് കയറാനല്ല. കണ്ട കൈ അനങ്ങാത്ത കണ്ട, മസിൽ പിടിച്ചിരിക്കുക. നേരെയാക്കിയത് കൈ എപ്പോഴും ഫ്ലെക്സിബിൾ ആവണം മാഡം. വലത്തോട്ടും ഇടത്തോട്ടും ഒക്കെ തിരിക്കാനുള്ളത് ഈ വണ്ടി. ഇതിപ്പോഴും റോങ് സൈഡിലാണ് നമ്മൾ. വേഗത കുറയ്ക്കുക. ഇതെവിടെ സ്ലോ ചെയ്ത് കൊടുത്തേ. ഒന്ന് ബ്രേക്ക് കാല് കൊണ്ടുവന്നേ. പറഞ്ഞു ഇച്ചിരൂടെ മുന്നിൽ, അങ്ങനെ സഡൻ ബ്രേക്ക് ഇടായിരുന്നു. ഇച്ചിരൂടെ മുന്നിലോട്ടായിരുന്നു. ഇവിടെ പയ്യൊന്ന് നിർത്തി കൊടുത്തേ. നിർത്തിക്കൊടുക്കും. ആ ചേട്ടൻ കേട്ടാ, റൈറ്റ് ടേണാ വരുന്നത്. ഞാൻ ഇടപെടേണ്ടി വരരുത്. എൻ്റെ മോള് മുൻവശം നോക്കി സമാധാനം, മസിൽ പിടിക്കാതെ ഇത് തിരിക്കാനുള്ളതാണ് തിരിച്ചറിഞ്ഞോണം. കണ്ണീട്ടി ഞാൻ കുത്തും. ഞാൻ ഇവിടെ എവിടെ നോക്കാനാ പറഞ്ഞ? ഇങ്ങനെ നോക്കി തിരിഞ്ഞു പോവാം. കണ്ട, അത്രേ ഉള്ളൂ. അതുപോലെ നേരെയാക്കിമ്പോ കണ്ട, സിമ്പിളല്ലേ? എന്നിട്ടും എന്തിനാ മനസ്സറിഞ്ഞ് അങ്ങോട്ട് നോക്കാൻ പോണേ? ഞാൻ നേരത്തെ പറഞ്ഞേ മാഡം, അത് മാഡത്തിന്റെ മെമ്മറി സൈഡാ. അത് അവിടുന്ന് എന്ത് വന്നാലും മേഡം പ്രതികരിക്കും. മേഡം അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നോക്കാം. ഗ്യാപ്പ് കണ്ട, വേഗത കുറച്ച് ആ ഗ്യാപ്പിലേക്ക് കയറിച്ചല്ലേ. പൊന്നെ ബ്രേക്കേ കാല് വയ്ക്കും. പൊന്നെ വച്ചിട്ടില്ല മക്കളെ. കണ്ട, പോട്ടെ. ഇപ്പോഴും ബ്രേക്ക് ചെയ്ത് നിർത്തി. മക്കൾ ഇപ്പോഴും കണ്ണ് അവിടെയാ. ഇവിടെ നോക്കും മോളെ. പോട്ടെ പൊന്നെ. ആക്സിലേറ്റർ ഒന്ന് മാറ്റും, ആ കാല് ബ്രേക്ക് വച്ച് ശീലിക്കും മോളെ. മോൾ അവിടെ തന്നെയാണ് വച്ചിരിക്കുന്നത്. ഇനി ഉപയോഗിക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. പോട്ടെ, അങ്ങനെ വയ്ക്കരുത് കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് എക്സ്പീരിയൻസ് കുറവുള്ളവരാ. നമുക്ക് എപ്പോൾ വേണേലും അബദ്ധം പറ്റും. കാല് മാറ്റിയാൽ അത് ബ്രേക്കേ വന്നോണം. കണ്ടാ, ആ കാലിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ബ്രേക്കില്ല. ആക്സിലേറ്ററിൽ നമ്മൾ താൽക്കാലികമായിട്ടാണ് കൊണ്ടുപോകണം. എന്നിട്ട് വീണ്ടും ബ്രേക്കേ കൊണ്ടുവന്നോണം. അല്ലാതെ സ്പീഡ് കുറയുമല്ലോ എന്ന് ഓർത്ത് മാറ്റി വെച്ചോണ്ടിരിക്കരുത്. റൈറ്റ് തിരിക്കുമ്പോൾ ഞാൻ പറയേണ്ടി വരരുത്, എന്നെ കൊണ്ട് പറയിക്കരുത്. ഫ്രണ്ട് നോക്കി കൃത്യമായിട്ട് തിരിച്ചോണം. ഫ്രണ്ടിൽ കാണുന്ന കാഴ്ചയ്ക്കനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. ഇവിടെ സ്ഥലം കുറയുന്നു തോന്നുമ്പോൾ മാത്രമാണ് അകലേണ്ടത്. കണ്ടാ, സ്ഥലം കൂടിയെന്ന് തോന്നിയാൽ വീണ്ടും ഇങ്ങോട്ട് വന്നോണം. പിന്നെയും കുറയുവാണെങ്കിൽ മാറിക്കോണം. അങ്ങനെയാണ് വണ്ടിയെ കൊണ്ടുപോകണം. നമ്മൾ ഈ വാട്ടർ ലെവൽ പിടിക്കുന്ന പോലെ. നിങ്ങൾ ടച്ചപ്പ് ചെയ്ത് കൊടുക്കൂല, ഒരു സൈഡിൽ കൂടി പോയാൽ മാച്ച് ചെയ്ത് കൊടുക്കൂല, അതുപോലെ. ഉദാഹരണം അങ്ങനെ പറയണം. അല്ല ബാങ്കിന്റെ കേസ് പറഞ്ഞ പണിയാ, തള്ളിയിട്ടിട്ട് നോക്കളെ. അതിന് ബ്രൂട്ടീഷൻ വെച്ച് നമുക്ക് അടയാളങ്ങൾ പറയുന്നത്, ഉദാഹരണങ്ങൾ പറയുന്നതായിരിക്കും നല്ലത്. പെട്ടെന്ന് മനസ്സിലാവും. എന്ത് വരണം മോളെ? ഒന്ന് വേഗതയും കുറച്ചോണം. ചവിട്ടി നിർത്താനല്ല. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ചെയ്ത് പോവാം. വട്ടം കറക്കാതെ. അത് തന്നെ. ഇവിടെ സ്ഥലം കുറയുകയാണെങ്കിൽ നിവർത്തണം, കൂടുകയാണെങ്കിൽ പിന്നെ അടുപ്പിച്ചോണം. രണ്ട് പാട്ട് പാടുക. ഏത് പാട്ടാ പാടുന്നത്? ഇഷ്ടമുള്ള പാട്ട് ഏതാ? എപ്പോഴും ചേച്ചി പാടുന്ന പാട്ട്, കൂടുതലും സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്?
എങ്കിൽ പറഞ്ഞു. കാറ്റിൻ പറ. ഏകാന്തയാമം പാടിയേന്തും താരാട്ടുപാട്ടിൻ നൈർമല്യം. സ്ലോ ചെയ്തോ മോളെ, ബ്രേക്ക് പൊന്നെ ചക്കര എനിക്ക് പൊന്നെ. കണ്ണ് ഞാൻ കുത്തുഞ്ഞാ. സ്ഥലമുണ്ടോ? വേഗത കുറയ്ക്കും. അവിടെ നിർത്തി കൊടുക്കും. പിന്നെ ഒഴിഞ്ഞു മാറണ്ട. കണ്ടാ, ഇനി എവിടെയാ ഗ്യാപ്പെന്ന് നോക്കാം. അങ്ങോട്ട് പതുക്കെ കയറ് മോളെ, പതുക്കെ കയറ്. ബ്രേക്കിൽ തന്നെ കാല്, ഇപ്പോഴും ആക്സിലേറ്ററില്ല കാല് കൊണ്ടുപോയിരിക്കുന്നത്. നേരെ ആക്കി വേണം, അങ്ങനെ കാല് വെക്കാവുള്ളൂ കേട്ടാ ബ്രേക്കിൽ. ഓക്കെ. ആ വേഗത കുറച്ചു. തിരുവനന്തപുരത്തുള്ള സജി സാറിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ പാടുന്ന ഒരു ഗാനം. അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞ രജനി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുപാട് രജനിമാരുണ്ടെങ്കിൽ സാറ് കൺഫ്യൂഷൻ ആവും. അത് വേണ്ട. അദ്ദേഹത്തിന്റെ ഭാര്യ രജനി ആലപിക്കുന്ന ഒരു ഗാനം. ആ, ഏത് ചിത്രത്തിൽ നിന്നാണ്? ചിത്രം നിറക്കൂട്ട്. പാട്ട് പൂമാനമേ. ആ, ശ്വാസം പോയടാ. കിട്ടാത്തവര് ഫില്ല് ചെയ്ത് വേണ്ട. മനമെന്നായിരുന്നു, അത് മണമാക്കി കൊടുത്തു. അതിനിടയ്ക്ക് അങ്ങനെ ഒരു വരി ഉണ്ടായിരുന്നു, അത് വിഴുങ്ങി. സംഭവം ട്രിക്കാണ്. സാധാരണ മനസ്സിലായില്ല, അത് മതിയല്ലേ. സംഭവം ഒപ്പിച്ച് പാടിയിട്ടുണ്ട് നമ്മള്. അത്രേ ഉള്ളൂ. മോള് ഒരിക്കലും പറക്കാൻ നോക്കരുത് ഈ വണ്ടിയും കൊണ്ട്. പയ്യെ ഒരു തിരക്ക് കണ്ട സ്ലോയിൽ കിടക്കാൻ നോക്കതിനെ. ഇത് കണ്ട, വന്ന സ്പീഡിൽ പോവാതെ ബ്രേക്കെ കാല് കൊണ്ടുപോകണം. എന്നിട്ട് സമാധാനമായിട്ട് അതിനെ കിടക്ക്. കണ്ട, ചവിട്ടി നിർത്തണമെന്നില്ല, പക്ഷെ ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ടേ അവിടെ കിടക്കാവുള്ളൂ. സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റേണ്ടി വന്നാൽ ബ്രേക്കെ കാല് വെച്ചോണ്ട്. കണ്ട, അങ്ങനെ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആയി തോന്നിയാലും കുറേ നാൾ അങ്ങനെ ചെയ്യാവുള്ളൂ. സ്റ്റിയറിംഗ് എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടി വന്നാൽ കാലിന്ന് ബ്രേക്കിലേക്ക് കൊണ്ടുവന്നോണം. അപ്പൊ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടും. പിടികിട്ടണുണ്ടാ? ആ, നമുക്ക് നേരത്തെ ഒരു വളവല്ലായിരുന്നു അല്ലേ? നമ്മുടെ മുന്നിൽ ഒരു വണ്ടി വന്നായിരുന്നു. അപ്പൊ അവിടെ വളയ്ക്കേണ്ടി വരുന്ന സ്ഥലമായിരുന്നു. മോളെ കാല് മാറ്റിയില്ല. ഞാനപ്പോ മോളോട് അതിന് മുന്നേ ഒരു 3 പ്രാവശ്യം പറഞ്ഞു, മോളെ അങ്ങനെ കാല് മാറ്റിക്കോണം, അല്ലെ പണി കിട്ടും എന്ന് പറഞ്ഞായിരുന്ന. ഞാൻ തുടക്കത്തിൽ ഉദാഹരണം പറഞ്ഞെന്ന് ഓർമ്മയാണ്, ഒരു കൊറോണയുടെ കാര്യം. കഴിഞ്ഞത് കഴിഞ്ഞ് വണ്ടി പ്രസ്ഥാനത്തിൽ തട്ടുമുട്ടും ഉള്ളതാ. വണ്ടി ആവുമ്പോ ഇങ്ങനെ ചിലപ്പോ മുട്ടിന്നിരിക്കും. ഇടിക്കും ഞങ്ങള്. ഇനി വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഇടിയാണ്, വേറെ വർത്താനൊന്നും ഇല്ല. ഇനി വേണമെന്നില്ല, സാഹചര്യമാണ് മോളെ. അത് വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ മാത്രം അതിനൊരു സപ്പോർട്ട്, ആക്സിലേറ്റർ കൊടുത്ത് കയറാനല്ല, ഒരു സപ്പോർട്ട് വേണ്ട. ഇപ്പൊ കയറ്റമാണ്, ഒരു സപ്പോർട്ട് ചെയ്യുന്ന കണ്ടാ നമ്മള്. ആക്സിലേറ്റർ ഒന്ന് കാലെടുത്ത് വണ്ടി ഒന്ന് സ്ലോ ആവും. കണ്ടാ, കയറുന്നില്ല എന്ന് തോന്നിയാൽ വീണ്ടും ഒന്ന് സപ്പോർട്ട്. കണ്ടാ, പിന്നെയും കാലെടുത്ത് കൊടുക്ക്. കണ്ടാ, ഇങ്ങനെയാണ് കയറി പോകേണ്ടത്. അല്ലാതെ ഇപ്പോഴും അവരെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ, പോരട്ടെ. നമ്മുടെ സൈഡിൽ നിവർന്നങ്ങ് നിന്നോണം. മനസ്സിലാവുന്നുണ്ടോ? സ്ഥിരമായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കാതെ ഓരോ സെക്കൻഡ് അതിൽ നിന്ന് മാറ്റി ശീലിച്ച് നോക്ക്. ഒരു 3 സെക്കൻഡ് കൂടുമ്പോൾ ഒന്ന് മാറ്റി ശീലിച്ച് നോക്ക്. അപ്പൊ കാലിപ്പുറത്ത് വന്നോളും. കന്നത്തെ ഫ്രണ്ടിൽ തടസ്സമാണെന്ന് തോന്നിയാൽ കണ്ണും പൂട്ടി അങ്ങോട്ട് ചെല്ലരുത്.
കിട്ടണുണ്ടാ? പാട്ട് പാടാനുള്ള എല്ലാം പോയി. നേരത്തെ ഒരു വിറവലുണ്ട്, ഇപ്പൊ ഒരു വിറവലായിട്ടുണ്ട്. നേരത്തെ വിറവില്ലായിരുന്നു. കുഞ്ഞിനെ ആരുടെ പേടിപ്പിച്ചത്? ഒരു വിറവല് വന്നിട്ടുണ്ട്. നേരത്തെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോങ് ആയിരുന്നു. ഇനി നടുക്കത്തെ മോളെ അവരെ നോക്കിക്കൊണ്ടൊന്നും ചെയ്യരുത്. റോഡ് ഓപ്പൺ ആകുമ്പോൾ വേണ്ട വെട്ടുന്ന വേണ്ട വണ്ടി കയ്യിൽ നിന്ന്. അപ്പൊ ആക്സിലേറ്റർ സ്ഥിരമായിട്ട് കൊടുക്കാതെ അതായത് മാറ്റി ശീലിക്കും. റോഡ് ക്ലിയർ അല്ലേ, ഒന്ന് ഫ്രീ ആക്കി കൊടുക്കും. ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. ഒതുങ്ങരുത്. നമ്മളെ കണ്ടിട്ട് അവൻ കയറി വരുന്നത്. ബ്രേക്കിലൊന്ന് പോവാം. കണ്ട അയാൾ ഒഴിഞ്ഞു, അവൻ ഇനി പോവാം. സ്ഥിരമായിട്ട് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരുന്ന വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോകും. നമുക്ക് അത്ര ബാലൻസ് ഇല്ലാത്തവരാ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് കാല് മാറ്റി ശീലിച്ചോണം. പോട്ടെ. കണ്ട വണ്ടി ഒരു ഒഴുക്കിലായി എന്ന് തോന്നുമ്പോൾ ഒന്ന് കാലെടുത്ത് കൊടുക്കണം. അതേന്ന് പിന്നെയും ഒന്ന് ഡൗൺ ആയി എന്ന് തോന്നുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കുറച്ച് നാൾ അങ്ങനെ ഓടിച്ചു പോകാവുള്ളൂ. മോളിത് എല്ലാ ദിവസവും വണ്ടി എടുത്ത് ഉപയോഗിക്കണം, എന്നാലേ ഈ അറപ്പ് മാറത്തുള്ളൂ. ഇപ്പൊ ഒരു അറപ്പാ ഉള്ള, അല്ല വേറൊന്നുമില്ല. കേൾക്കുന്നുണ്ടാ? എതിരെ വരുന്ന കണ്ട. അപ്പൊ നമ്മുടെ സ്ഥലം ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വേഗത കുറയ്ക്കുക ചെയ്യാവുള്ളൂ. അവൻ ഓടി അങ്ങ് മാറിപ്പോയിക്കോളും. കമോൺ ലെറ്റ്സ് ഗോ. വന്നു വെട്ടിച്ചതല്ലേ നമ്മള്, വെട്ടിക്കാതെ. ടോൾ ബൂത്ത് ഏത് ടോൾ? നമ്മളെവിടെ ടോളുണ്ട് മോളെ? ഉണ്ടാ? എന്റെ കാശും ഇല്ല കേട്ടാ. ടോളുണ്ടോ? അങ്ങനെ പറിച്ചു കളഞ്ഞ ആണ്. ഇതിലേ കൂടെ ഞങ്ങളൊരു മാഡത്തിനെ പഠിപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ടും മേലോട്ടും. ആ അത് തന്നെ. നമ്മുടെ ഫ്രണ്ട് നോക്കിയിരിക്കും. ബ്രേക്കിൽ കാല് വെച്ചോ. എന്നിട്ട് കണ്ട നീങ്ങി പോകരുത്. പയ്യെ ഗ്യാപ്പ് കിട്ടുമ്പോൾ നിർത്തി കൊടുക്കും. പിന്നെ നിർത്തി കൊടുക്കും. എന്നിട്ട് നോക്ക് വണ്ടികളില്ലല്ലോ, ഇനി പോവാല്ലോ. ഫ്രണ്ട് നോക്കി നീങ്ങിക്കൊണ്ടിരിക്കും. വീണ്ടും നിർത്തി കൊടുക്കും മോളെ. പിന്നെയും പോട്ടെ. നീങ്ങിയ തടസ്സം വരത്തില്ല. ആണ് നമുക്ക് മാത്രം ഇവരുള്ള. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചുറ്റിനും ഉള്ളവർക്കെല്ലാം തലയ്ക്ക് വെളിവില്ല എന്ന് വിചാരിച്ചോണം. നമ്മൾ മാത്രമാണ് നോർമല്. അപ്പൊ പ്രതീക്ഷിക്കും വട്ടം ചാടുമെന്ന്. സൈഡ് കീപ്പ് ചെയ്ത് പോകും. നമ്മുടെ സൈഡാണ്. പറക്കരുത്. പറക്കുമ്പോഴേ വണ്ടി വെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. മോളെ കണ്ട വെട്ടുന്ന കണ്ട അങ്ങോട്ടും. മോൾ അത്ര പ്രഷർ കൊടുത്തിട്ട് അതേല് ഈ കൈ രണ്ടും ഒരേപോലെ കീപ്പ് ചെയ്യും. വണ്ടി ഇങ്ങനെ കയ്യിൽ നിന്ന് വെട്ടുന്നെന്ന് തോന്നുമ്പോൾ ആക്സിലേറ്റർ ഒന്ന് കാല് മാറ്റിക്കോണം. എന്നിട്ട് ബ്രേക്കിലേക്ക് വെച്ചോണം. ചവിട്ടാന്നല്ല, അവിടെ വെച്ചോണം ആ കാല്. ഞാൻ നേരത്തെ പറഞ്ഞ് സ്ഥിരമായിട്ട് ആക്സിലേറ്ററിന്റെ മേളിൽ വെച്ചോണ്ടിരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് അതേ ലോങ് സൈഡോ ഷോർട്ട് സൈഡാ? ദൂരത്തുള്ള നമുക്ക് കാണണ്ടേ? കണ്ടോളാം. അല്ലേ? അതാ കുഴപ്പം. ദൂരത്തുനിന്നുള്ള നമ്മൾ കാണുന്നില്ല എന്താ നടക്കുന്നതെന്ന്. അടുത്ത് വരുമ്പോ കാണും, പെട്ടിച്ചു മാറ്റും. അതാണ് എന്റെ കുഞ്ഞിന് പറ്റുന്ന. കണ്ണട വെക്കണം കേട്ടാ, കളിക്കരുത്. അവസാനം കണ്ണ് കാണാമല്ല തപ്പി നടക്കേണ്ടി വരും. ഞങ്ങളൊക്കെ വരുമ്പോ മാത്രം വെച്ചാൽ മതി. എന്നാലും മതി. ഇല്ല, കണ്ണട ഉപയോഗിക്കണം മോളെ, അല്ല കാഴ്ച കുറഞ്ഞോണ്ടിരിക്കും. കണ്ണ് പിന്നെ സ്ട്രെയിൻ ചെയ്താ ജോലി ചെയ്യുന്ന, മനസ്സിലായ? ആ, കണ്ണിന് അത്ര സ്ട്രെയിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ചെയ്യരുത് കേട്ടാ. വേഗതയിൽ ആവേശം കണ്ടെത്തുമ്പോൾ മരണം താളം കണ്ടെത്തും എഴുതി വെച്ചിരിക്കുന്നു. ഇത് നല്ല അടിപൊളി ഹോട്ടലാ. പോട്ടെ. വേണ്ട, എന്റെ മോളെ കഴുത്തറുത്ത് എടുക്കുവരും. പോട്ടെ. അയ്യോ വേണ്ട, കാറവിടെ കൊടുത്തേച്ച് വരട്ടെ. മക്കളെ, നമ്മളെ കണ്ടാ നീർക്കോലിയെ പോലെ ഇരിക്കുമെങ്കിൽ പെരുമ്പാമ്പിന്റെ വയറാണ്.
ആ എടുത്തടിക്കും എനിക്ക് ഞങ്ങള്. ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം കഴിക്കുന്നവര്. പറയണ്ടേ, ഇത് നേരത്തെ പറയണ്ടേ. ഞാനോ കഴിക്കത്തില്ല. ഞങ്ങളുടെ ഉണ്ടായിരുന്നൊരു മുതല്. എനിക്ക് വിശപ്പേ ഇല്ല. ഒരു കഴിക്കത്തില്ല. ആണോ? പിന്നെ ചേച്ചി പറയും ഒന്നും ഉണ്ടാക്കത്ത പോലും. ജോസിനെ വിളിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ അവസ്ഥയാവും. കെട്ടിയാൻ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നു. പിന്നെ ഞാൻ ഞങ്ങടെ- ഉണ്ടാക്കി കൊടുക്കും. മമ്മൂട്ടി വരാഞ്ഞ ഭാഗ്യം. അല്ല, ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് കുക്കിംഗ് ഭയങ്കര മമ്മൂട്ടി ആയിരുന്നെങ്കിൽ അടപടലം തിന്നതിന് മൊത്തം. അപ്പൊ ചേച്ചി പറയും ടോമാഞ്ചേരി കാർട്ടൂണിൽ കാണിക്കല്ലേ പൈനാപ്പിൾ വെക്കുമ്പോ അതിങ്ങനെ. അങ്ങനെ കഴിക്കുന്ന പിള്ളേരെ ആൾക്കാരെ അല്ല ഞാൻ പറയാം, ടോമാഞ്ചേരി കാർട്ടൂണിൽ ഇതിങ്ങനെ കഴിയല്ല. പുള്ളി കഴിക്കാതെ പാഴ്സലും മേടിച്ചോണ്ടു പാഴ്സൽ കഴിക്കുകയും ചെയ്യും, പാഴ്സലും മേടിക്കും. പൊതിഞ്ഞു കൊടുക്കും ബാക്കി. ഒരുത്തം ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ച അവനെ കൊല ഇതാക്കും. ഭക്ഷണമല്ല മനുഷ്യന് കഴിക്കാൻ പറ്റും. മേഡം ഒരു ഹോട്ടൽ മുതലാളി ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വിളിച്ച്. ആ ഹോട്ടലിൽ നിന്നില്ല. വെച്ച് കറിക്ക് പോയിക്കൊണ്ടിരുന്ന അയാളിപ്പോ പശുത്തൊഴുത്തിലാണ് കിടക്കുന്നത്. സ്ലോ ചെയ്തോണ്ട് ഇടത്തുനിന്ന് മാറുമ്പോൾ ഓർത്തോണം പുറകെ വരുന്നവൻ പെട്ടെന്ന് അടുത്തുകൂടെ വരും. അപ്പൊ അതിനെ കീപ്പ് ചെയ്തോണം. നമ്മുടെ വണ്ടിയെ ഇടത്തോട്ട് കറക്റ്റായിട്ട് കീപ്പ് ചെയ്തോണം. മോളെ നമ്മളിപ്പോ ഭരതനാട്യം കളിക്കുക. ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് പോകും. നമുക്ക് ഇങ്ങനെ കറങ്ങി വേണം യൂട്ടേൺ അടിച്ചു പോകാൻ. ശരിയല്ലേ? അപ്പോൾ വണ്ടി ആദ്യം ഇങ്ങനെ കൊണ്ടിയല്ല. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രേക്കെല്ലാം ഒന്ന് കാല് വെച്ചോണം. ആദ്യം റോഡിനെ ക്രോസ് ചെയ്യണം. നമുക്ക് പോട്ടെ ഇങ്ങനെ ആ റോഡിനെ ക്രോസ് ചെയ്യണം. അവിടെ നിന്ന് വണ്ടി ഉണ്ടോ നോക്ക്. തിരിക്കല്ല മോളെ വേഗത കുറയ്ക്കണം. ഇങ്ങനെ ക്രോസ് ചെയ്യാനാ നമുക്ക്. ആ വണ്ടി ഉണ്ടോ നോക്ക്. ഇങ്ങനെ ഫ്രണ്ട് നോക്കി ഇനി കൊണ്ടിയല്ലേ. ഇനി അവരെ അല്ല, ഫ്രണ്ട് നോക്കി ആ സ്ഥലത്തേക്ക് പതുക്കെ കൊണ്ടിയല്ലേ. എത്ര സമയം വേണേ മോളെടുത്തു. ആക്സിലേറ്റർ സ്ഥിരമായിട്ട് കൊടുക്കരുത് കേട്ടാ. ഫ്രണ്ട് അങ്ങനെ. അപ്പോൾ പുറകിൽ നിന്ന് വരുന്നവന് നമ്മളെ കാണാം. അവന് സ്ലോ ചെയ്യാൻ സമയം കിട്ടും. ഓടി അങ്ങോട്ട് ചെന്നാൽ അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കിട്ടുന്നുണ്ടാ? വട്ടം കറക്കരുത്. നേരെ പോയി ആ ഹൈവേയിൽ കയറിയാൽ മതി നമുക്ക്. ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് തന്നെ പോയിക്കോണം. ഓട്ടത്തിൽ പതുക്കെ ലെഫ്റ്റ് ആക്കിക്കോണം വണ്ടിയെ. അല്ലാതെ ഒറ്റത്തിരിക്ക് ലെഫ്റ്റും റൈറ്റും എടുക്കരുത് കേട്ടാ. നേരത്തെ എയിം ചെയ്തോണം. വണ്ടി ഇന്ന സ്ഥലത്തൂടെയാണ് പോകേണ്ടത്. ആ സ്ഥലത്തേക്ക് പതുക്കെ അതിനെ പിടിച്ചെടുത്തോണം. കിട്ടുന്നുണ്ടാ? സാറപ്പം എപ്പോ വരും? ആഴ്ചയല്ല ശരി. പാർട്സ് എടുക്കാൻ അസംബിൾ ചെയ്ത് കൊണ്ട കൊടുക്കുകയാണ്. ഏതാ കമ്പനി? ഇതൊന്ന് വേഗത കുറച്ച് കൊടുക്കണം വലിയ വണ്ടി വരുമ്പോൾ. കണ്ട ഫ്രണ്ടിൽ തടസ്സമാണെന്ന് കാണുമ്പോൾ അത് തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. അവർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം. അവർ സ്ലോ ചെയ്യുമ്പോൾ നമുക്ക് സ്ലോ ചെയ്യാൻ പറ്റണം. റൈറ്റ് സൈഡ് പിടിച്ച് തന്നെ പോയിക്കോണേ. കാരണം നമുക്ക് വലത്തോട്ടാ തിരിക്കേണ്ടത് അല്ലേ? റൈറ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വെച്ചേക്കും. അത് തന്നെ. ഇനി ഈ സൈഡ് പിടിച്ച് തന്നെ പോകണം. പറക്കൊന്നും വേണ്ട. മിനിമത്തിൽ പോയാൽ മതി കേട്ടാ. തടസ്സമാണ് മുന്നിലും തോന്നിയ കാല് വെറുതെ ഒന്ന് ആ ബ്രേക്കിന്റെ മേളിൽ വെച്ചോണം. കാരണം ആ തടസ്സം മാറിയില്ലെങ്കിൽ നിർത്താനുള്ളതാ വണ്ടി. പോട്ടെ ഓടി മാറി കൊടുക്കും. സ്പീഡ് കൊടുക്കും. ഇനി ആ വളവ് തിരിക്കുന്നതിന് മുമ്പ് കാലൊന്ന് മാറ്റിക്ക്. ബ്രേക്കിൽ പോയി കാല്. എന്നിട്ട് ഫ്രണ്ട് നോക്കി തിരിക്ക്. വന്ന സ്പീഡിൽ തിരിയാതെ വേഗത കുറയ്ക്ക്. വെട്ടുകി പോട്ടെ. റണ്ണിങ്ങിൽ പതുക്കെ നമ്മുടെ സൈഡിലേക്ക് പോകും. നമ്മുടെ സൈഡിലേക്ക് അങ്ങനെ നമ്മുടെ സൈഡിൽ നമ്മൾ വരുമ്പോൾ ഹോൺ അടിക്കുന്ന നിർത്തിക്കോളും. പിന്നെ അങ്ങോട്ട് ചെല്ലരുത്. അല്ല ഒരു സാധനം വരുന്നെന്ന് തോന്നുമ്പോൾ ഒന്ന് വേഗത കുറച്ചോളൂ. പൊക്കോട്ടെ എന്ന് വിചാരിച്ചോളൂ. ചേച്ചി ഖത്തറിനെന്തിനു പോണ്? മരുന്ന് എപ്പോഴാ? ഞാൻ 2-3 ആഴ്ച അച്ഛന് സുഖമില്ലാതിരിക്കുകയാണ്. ഓപ്പറേഷൻ ഒക്കെ മരുന്ന് എന്റെ തലേ ദിവസം വിളിച്ചു പറയണം.
എയർപോർട്ട് റിസീവ് ചെയ്യാൻ ഞങ്ങൾ വരും കേട്ടാ. കുറച്ച് ചോക്ലേറ്റ്, ദുബായ് ചോക്ലേറ്റ്. ഞങ്ങൾക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്.